ഹായ്, ഇസ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടേബിൾ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പർ ലൈവ് ആസ്റ്റ് കോപ്പ് ഓൺ ഓൾവേസ് പോസിറ്റീവായി. GBS ഗിലിൻ ബാരെ സിൻഡ്രോം എന്നൊരു രോഗമാണ് ഇപ്പോഴും പൂനെയെ പിടിച്ചു കുലുക്കിയിരിക്കുന്നത്. മഹാരാഷ്ട്രയിലെ പ്രധാനപ്പെട്ട സിറ്റിയായ പൂനെയിൽ ഇതുവരെ 67 കേസുകളാണ് അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. GBS ഗിലിൻ ബാരെ സിൻഡ്രോം എന്ന അസുഖം 67 പേർക്ക് ഇപ്പം സ്ഥിരീകരിച്ചിരിക്കുന്നു. 67 പേരിൽ 43 പുരുഷന്മാരും 24 സ്ത്രീകളുമാണുള്ളത്. ഈ 67 പേരിൽ 13 പേർ വെന്റിലേറ്ററിലാണ്. അതിൽ 13 പേർ വെന്റിലേറ്ററിലാണ്. ഈ 67 പേരിൽ 64 വയസ്സുള്ള ഒരു സ്ത്രീ മരണമടയുകയും ചെയ്തു. അത് ആ ഒരു മരണം സംഭവിച്ചതോടുകൂടിയാണ് ഇത് കൂടുതൽ ജാഗരൂകരാകുവാനായിട്ട് അല്ലെങ്കിൽ കൂടുതൽ ജനശ്രദ്ധ നേടിയതും ഈ ഒരു മരണത്തെ തുടർന്നാണ് ഗിലിൻ ബാരെ സിൻഡ്രോം എന്നത്. ഇതൊരു പകർച്ചവ്യാധിക്ക് ശേഷം ഉണ്ടാകുന്ന ഒരു ന്യൂറോളജിക്കൽ വൈറസാണ്. അതായത് പകർച്ചവ്യാധിക്ക് ശേഷം ഉണ്ടാകുന്ന ഒരു പകർച്ചവ്യാധിക്ക് ശേഷം ഉണ്ടാകുന്ന ഒരു ന്യൂറോളജിക്കൽ ബാക്ടീരിയയാണിത് പരത്തുന്നത്. അതായത് നെഗറ്റീവ് ജെജൂസ് ബാക്ടീരിയയാണ് ഇത് പരത്തുന്നത്. പകർച്ചവ്യാധിക്ക് ശേഷം അതോടൊപ്പം വാക്സിനേഷന് ശേഷമൊക്കെ ഇത് സംഭവിക്കാം. ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചുമ, പനി, അതോടൊപ്പം വയറുവേദന, വയറിളക്കം, ഛർദി തുടങ്ങിയവയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്നത്. വയറുവേദന, വയറിളക്കം, ഛർദി, പനി, ചുമ തുടങ്ങിയവയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളെന്ന് പറയുന്നത്. അതായത് എക്സ്പോഷൻ കഴിഞ്ഞ് 2 മുതൽ 5 ദിവസത്തിനുള്ളിൽ ഇത് രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും. അതോടൊപ്പം കൈകാലുകളുടെ ബലഹീനതയും മറ്റൊരു രോഗലക്ഷണമാണെന്ന് പറയാം. അതോടൊപ്പം അയഞ്ഞ മൂക്കും കടുത്ത മൂക്കൊലിപ്പും രോഗലക്ഷണമാണ്. അങ്ങനെയുള്ള രോഗലക്ഷണങ്ങളാണ് ഇത്. അങ്ങനെയുള്ള രോഗലക്ഷണങ്ങളുണ്ടെങ്കിൽ GBS ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഗിലിൻ ബാരെ സിൻഡ്രോം എന്ന വൈറസ് ഇത് പരത്തുന്നത് നെഗറ്റീവ് ജെജൂസ് എന്ന ബാക്ടീരിയയാണ് ഇത് പരത്തുന്നത്. ഇത് പ്രധാനമായും ഈ ബാക്ടീരിയ കാണുന്നത് അതായത് മൃഗങ്ങളുടെ കുടലുകളിലാണ്. അതായത് കോഴിയിറച്ചിയിലൊക്കെ ഇത് കാണപ്പെടും. കോഴിയിറച്ചിയിൽ ഇത് പ്രധാനമായും മനുഷ്യരിലേക്ക് പകരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വേവിക്കാത്ത മാംസാഹാരം ഭക്ഷിച്ചാൽ, അതോടൊപ്പം ശുദ്ധീകരിക്കാത്ത ജലം, അതോടൊപ്പം മലിനമായതോ വേവിക്കാത്തോ മാംസാഹാരം, പാൽ ഉൽപ്പന്നങ്ങൾ, ശുദ്ധീകരിക്കാത്ത ജലം എന്നിവയിലൂടെയെല്ലാം ഇത് മനുഷ്യരിലേക്ക് എത്തും. പിന്നീട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിക്കുകയും മരണത്തിന് വരെ സാധ്യതയുള്ളൊരു അസുഖമാണ് ഈ GBS എന്നത്. അതായത് മൊത്തത്തിൽ ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മുടെ അശ്രദ്ധ കൊണ്ടുണ്ടാകുന്ന ഒരു രോഗമെന്ന് പറയാം. കാരണം നല്ല ക്ലീനായിട്ടിരിക്കുക, ശുദ്ധമായ അല്ലെങ്കിൽ വെള്ളമൊക്കെ ശുദ്ധമായി വെക്കുക, നമ്മുടെ പരിസരങ്ങൾ ശുദ്ധമായിട്ട് ക്ലീനായി സംരക്ഷിക്കുക. അതോടൊപ്പം മാംസാഹാരങ്ങളൊക്കെ മേടിക്കുമ്പോൾ അല്ല പാചകം ചെയ്യുമ്പോൾ നന്നായിട്ട് വേവിച്ച് കഴിക്കുക, പാലുൽപ്പന്നങ്ങളുമൊക്കെ നന്നായിട്ട് തിളപ്പിച്ച് കഴിക്കുക എന്നൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ അസുഖത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുവാനായിട്ട്, ഇതിനെ ചെറുത്ത് നിൽക്കുവാനായിട്ട് സാധിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് സ്വയം പ്രതിരോധ ശേഷി. അതായത് സ്വയമായിട്ട് പ്രതിരോധിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ക്ലീൻ ആയിട്ടിരിക്കുകയാണെങ്കിൽ ഈ അസുഖം പിടിപെടുകയില്ല, ഈ ബാക്ടീരിയ നമ്മളെ അറ്റാക്ക് ചെയ്യുകയില്ല എന്ന് പറയാം. അതുകൊണ്ട് തന്നെ സ്വയം പ്രതിരോധ ചികിത്സ എന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാം. കാരണം ക്ലീനായിട്ട് സൂക്ഷിച്ചാൽ ഇത് നമ്മളെ പിടികൂടുകയില്ല. ഏതായാലും ഇതുവരെ 67 റിപ്പോർട്ടുകളാണ് പൂനെയിൽ നിന്നും. 67 പേർക്കാണ് ഈ രോഗം പൂനെയിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതിൽ ഒരു സ്ത്രീ മരണമടയുകയും ചെയ്തിരിക്കുന്നു. GBS ഗിലിൻ ബാരെ സിൻഡ്രോം എന്ന അസുഖം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.